ചേട്ടാ മഴ പെയ്യുന്നുണ്ട്. കാലാവസ്ഥ എങ്ങനെയാ? ഇതൊക്കെ അറിയാൻ പറ്റുമോ നേരത്തെ? നേരത്തെ ഞാൻ മുമ്പറേ ഒന്ന് വിളിച്ച് ബന്ധപ്പെട്ട് നോക്കട്ടെ. അതെന്ത് സംവിധാനം? ഇല്ല, പഞ്ചായത്തിൽ സാധനം ഉണ്ടല്ലോ. ഹലോ മുമ്പറേ, നമ്മളെ പഞ്ചായത്തിൽ ഇതിൽ എങ്ങനെയാ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ? ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമില്ലാതെ തന്നെ ഇരിക്കുന്നത്. ജോലിക്കൊക്കെ പോവാം. മറ്റു പണികൾ എന്തെങ്കിലും ആണെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണും. ഹലോ. കാട്ടാക്കട നിവാസികൾക്ക് കാലാവസ്ഥ അറിയണമെങ്കിൽ അത് ഒരു വിളിപ്പാട് അകലെയാണ്. മെമ്പർമാരെ നേരിട്ട് വിളിച്ചു ചോദിക്കാം. അതാണ് നമ്മൾ കണ്ടത്. മെമ്പറേ, ഇതെങ്ങനെയാണ് സംവിധാനം? ഈ ആളുകളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ഈ അന്തരീക്ഷത്തിൻ്റെ വ്യതിയാനങ്ങൾ കൃത്യമായും നമുക്ക് ഈ മോണിറ്ററിൽ കൂടി കൃത്യമായി ലഭിക്കും. അതനുസരിച്ച് പൊതുജനങ്ങളുമായി സംസാരിക്കാൻ നല്ല രീതിയിൽ നമുക്ക് കഴിയുന്നതാണ്. കാട്ടാക്കട പഞ്ചായത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിലെ മഴ, ഈർപ്പം, കാറ്റ്, താപനില, ജലനിരപ്പ്, വായുമലിനീകരണ തോത് എന്നിവയുടെ കണക്ക് ഒറ്റ സ്ക്രീനിൽ ലഭ്യമാകും. പഞ്ചായത്തിനുള്ളിലെ സ്ക്രീനിലൂടെ മാത്രമല്ല, ഓൺലൈനായും ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാം. വ്യാപകമായി തന്നെ നമുക്ക് കൃഷി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ മാറുന്ന കാലത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ ആശയം നമ്മൾ രൂപപ്പെടുത്തുന്നത് ഈ കോവിഡിനാനന്തരം ജനങ്ങൾക്ക് കൃഷിയോടോ മറ്റൊന്നിനോടും വലിയ താല്പര്യമില്ലാതെ വന്നു. മണ്ണിൻ്റെ അളവിൽ വലിയ പ്രശ്നം വരുന്നുണ്ട്. മണ്ണിനകത്ത് വരുന്ന കൃഷി നഷ്ടം വരുന്നതെന്നൊരു ഭാഗം വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ചിന്ത നമുക്ക് രൂപപ്പെടുന്നത്. കേരള സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെ കീഴിലുള്ള IC ഫോഴ്സ് ആണ് പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്താണ്. ഈ പദ്ധതി പൂർണ്ണ തോതിൽ വരുമ്പോൾ അത് ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാണ്. ഇപ്പോൾ കൃഷി ഓഫീസറെ സംബന്ധിച്ച് ഒരു ഫീൽഡ് സന്ദർശിക്കാതെ തന്നെ ഈ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അദ്ദേഹത്തിന് അസസ് ചെയ്യാൻ കഴിയും. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഉപകാരപ്രദമാണ്. കാട്ടാക്കട പഞ്ചായത്തിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത മണ്ഡലമാക്കുകയാണ് ലക്ഷ്യം. ഈ സ്ക്രീനിലൂടെ ഒരു നാടിൻ്റെ ആകെ മാറ്റം തിരിച്ചറിയുകയാണ്. നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിനും ഉപജീവനത്തിനും നല്ല മാറ്റം ഉണ്ടാക്കാൻ സ്മാർട്ടായി ഈ പഞ്ചായത്ത് ഇറങ്ങുകയാണ്. ബിജു VS-നൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് ഒപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാം ഒരൊറ്റ സ്ക്രീനിൽ അറിയാൻ കഴിയുന്നത് അതെന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. പക്ഷേ കാലാവസ്ഥ അറിയുന്നത് കൊണ്ട് മാത്രം പോരാ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി കൊടുക്കുകയും ഒപ്പം അതിന് മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും കൂടി ചെയ്തിരുന്നു എങ്കിൽ അത് ഒരു പഞ്ചായത്ത് മാത്രമല്ല, എല്ലാവരും കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഈ കാട്ടാക്കടയിലുള്ള ആളുകൾക്ക് കാലാവസ്ഥ പെട്ടെന്നറിയാനൊരു സംവിധാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൗതുകമാണ് ഈ വാർത്തയിലേക്ക് എത്തിച്ചത്. കാരണം ഇപ്പോൾ കാലാവസ്ഥ ഒന്നെങ്കിൽ അറിയണമെങ്കിൽ പത്രം വായിക്കണം, അല്ലെങ്കിൽ റേഡിയോ കേൾക്കണം, TV കാണണം, അങ്ങനെ പല മാർഗ്ഗങ്ങളാണ്. ഇനി അറിഞ്ഞാൽ തന്നെ അത് ഇത്ര പെട്ടെന്ന് അറിയാൻ കഴിയുമെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ വെച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സമയത്തും ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുമ്പോൾ അലർട്ടുകളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ കാട്ടാക്കട നിവാസികൾ ഒരൊറ്റ കോളിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ സ്വന്തം പ്രദേശത്തെ, അവർ നിൽക്കുന്ന ഇടത്തെ കാലാവസ്ഥ, അവർ നിൽക്കുന്ന ഇടത്തെ എത്രമാത്രം ചൂടുണ്ട്, എത്രമാത്രം ഊഷ്മാവ് നിൽപ്പുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിസാങ്കേതികമായ ശാസ്ത്രീയമായ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പഞ്ചായത്തിലൊരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിലൂടെ അവർക്ക് കൃത്യമായി അവരുടെ നാട്ടിലുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റങ്ങൾ അറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നോക്കിയപ്പോൾ അന്തരീക്ഷത്തിൽ എത്രമാത്രം ചൂടുണ്ട്, അതനുസരിച്ച് നമ്മൾ വളർത്തുന്ന കന്നുകാലികൾക്ക് എത്രമാത്രം വെള്ളം കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഫീൽഡ് ഓഫീസർക്ക്, അതിപ്പോൾ കൃഷിയാകട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗസംരക്ഷണമാകട്ടെ, അകത്തെ ഫീൽഡ് ഓഫീസർക്ക് ഇത് നോക്കി കൃത്യമായി കർഷകർ നിർദ്ദേശം നൽകാൻ കഴിയുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തിന് മാത്രമായി എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറയുന്നത് പോലെ ആ പ്രദേശത്തിന് മാത്രമായി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ, സ്മാർട്ടായി ഇറങ്ങാൻ ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ രസകരമായ കാര്യമാണ്. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ പല കോളുകൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നു കാലാവസ്ഥ അറിയാനും. അതെല്ലാം ഉപരി ആ നാട്ടിലെ കർഷകർ ആരൊക്കെയാണ്, അവരെന്തൊക്കെ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കന്നുകാലികളെ വളർത്തുന്നുണ്ട്, ഇതെല്ലാം ലിസ്റ്റ് എടുത്ത് അവർക്ക് സഹായകമാകുന്ന ഡേറ്റകളാണ് ചെയ്യുന്നത്. കാട്ടാക്കട അത്തരത്തിൽ മികച്ച എന്താ പറയുക, ഇന്നോവേറ്റീവായ, അതായത് സർഗാത്മകമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ, അത്രമാത്രം രസകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സജീവമായി ഇടപെടുന്ന ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കാട്ടാക്കട. ആ പഞ്ചായത്തിലേക്ക് തന്നെയാണ് ആദ്യമായി IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്രീൻ ഉണ്ടാകുന്നത്. അവിടെ കാലാവസ്ഥ മാറ്റം അറിയാൻ സാധിക്കുന്നു. അത്തരത്തിൽ കാട്ടാക്കട എന്തായാലും ഒരു മാതൃകയായി കേരളത്തിന് മുന്നിൽ, ഒരുപക്ഷെ ഇന്ത്യക്ക് മുന്നിലൊക്കെ വരുന്നൊരു ഘട്ടമാണ്. എല്ലാവരും അതിൻ്റെ ആവേശത്തിലാണ്. ഇനി ഏതാണ്ട് ഈ മാസം
മാസം പകുതിയോടാകുമ്പോൾ അടുത്ത മാസം പകുതിയോടാകുമ്പോൾ മുംബൈയിലെ IIT ടീം എത്തുന്നു. അങ്ങനെ ഈ പറയുന്ന സംവിധാനം IoT ഈ കാലാവസ്ഥ അറിയാൻ കഴിയുന്ന സംവിധാനം വളരെ സജീവമാകും. പ്രദേശത്തിൻ്റെ പല ഇടങ്ങളിലും ആൻറ്റനകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ ഡേറ്റകളെല്ലാം കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും പഞ്ചായത്തുള്ളവരെല്ലാം ആവേശത്തിലാണ്. കാരണം പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ഉത്സാഹം അവരുടെ മനസ്സിലുണ്ട്. എന്തായാലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്മാർട്ടായി നാട്ടുകാരിലേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ ഫലം എന്തായാലും പഞ്ചായത്തിന് ഉണ്ടാകുമെന്ന് എന്ത് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കാം. ലോകത്തിന് മുന്നിൽ അങ്ങനെ ഒരു പഞ്ചായത്ത് നേട്ടങ്ങളോടെ മുന്നിട്ട് നിൽക്കട്ടെ. തുടർന്നും ഈ പദ്ധതി അങ്ങനെ തന്നെ ഭാവിയിലും ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു. സംവിധാനങ്ങളിൽ പിഴവുകൾ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇത് അറ്റകുറ്റപ്പണികൾ നടത്താതെയോ ഇതൊന്നും ഒരിക്കലും നിന്നു പോകരുതേ എന്ന് കൂടി ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യം തന്നെ രാഹുൽ ജിനാഥും പറയുകയുണ്ടായി. ഏകോപനം ഉണ്ടാവണം. ഫീൽഡ് ഓഫീസർമാർക്കൊക്കെ ഈ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം കൃഷിയിൽ കാര്യമായി ഇടപെടൽ നടത്താനൊക്കെ കഴിയും. വെയിലുണ്ടോ മഴയുണ്ടോ ഇത്തരം കാര്യങ്ങൾ നോക്കാം. കാലാവസ്ഥ അനുസരിച്ച് എത്രത്തോളം ഈ കന്നുകാലികളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം നിർദ്ദേശം നൽകാനാവും. അതുപോലെ വിവിധ വകുപ്പുകൾക്ക് ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കാനും കഴിയുന്നു.